ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് കോൺഗ്രസിൽ മുമ്പ് ഏറിപ്പോയ നേതാവ് ഷമ മുഹമ്മദ് രംഗത്ത് വരികയാണ്. തന്റെ സാമൂഹ്യ മാധ്യമമായ എക്സ്പോസിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് പ്രത്യേകം അനുമോദനം പങ്കുവച്ചിട്ടുണ്ട്. ശ്രേയസ് അയ്യർ, KL രാഹുൽ എന്നിവരെ പേരെടുത്ത് പരാമർശിച്ചാണ് ഷമയുടെ പോസ്റ്റ്. എന്നാൽ പോസ്റ്റിന് പിന്നാലെ ക്യാപ്റ്റൻ രോഹിത്തിനെ വിമർശിച്ചും കളിയാക്കിയും ഷമ പങ്കുവച്ച മറ്റൊരു പോസ്റ്റും ആരാധകർ ചർച്ചയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മളും ചർച്ച ചെയ്തു. രോഹിത് ശർമ്മയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ സെമി ഫൈനൽ വിജയം കണ്ടത്. എന്നാൽ വിമർശനങ്ങൾക്ക് അതീതമായി അന്നും ഷമ ടീമിനെ അഭിനന്ദിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഷമയുടെ വാക്കുകൾക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് പോലും വിയോജിപ്പുകൾ ഉയർന്നു വരികയും ചെയ്തു. അത് വലിയ ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്തു. ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദ് ഒരു വിവാദത്തിന് തിരികൊളുത്തി. രോഹിത് ശർമ്മ ഒരു തടിച്ച കായിക താരമെന്നും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായതാണെന്നും ഷമ വിശേഷിപ്പിച്ചു. എക്സ്പോസലിലൂടെയായിരുന്നു ഷമയുടെ വിമർശനം ഉയർന്നു വന്നത്. സോഷ്യൽ മീഡിയയിൽ മുഹമ്മദ് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെ: ഒരു കായിക താരം എന്ന നിലയിൽ രോഹിത് ശർമ്മ തടിച്ചവനാണ്, ശരീരഭാരം കുറയ്ക്കേണ്ടതുണ്ട്, ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് മോശം ക്യാപ്റ്റൻ. BJP നേതാക്കളിൽ നിന്നും ക്രിക്കറ്റ് ആരാധകരിൽ നിന്നും ഷമയുടെ അഭിപ്രായത്തിന് ഉടനടി പ്രതിഷേധം നേരിടേണ്ടി വന്നു. രോഹിത്തിനെ ലോകോത്തര കളിക്കാരൻ എന്ന് വിളിച്ച ഒരു ഉപഭോക്താവിന് മറുപടിയായി ഷമ മുഹമ്മദ് ആ അവകാശവാദം തള്ളിക്കളഞ്ഞു. സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, MS ധോണി, വിരാട് കോഹ്ലി, കപിൽ ദേവ് തുടങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റിലെ അധിപന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന്റെ മുൻഗാമികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലോകോത്തരമായി എന്താണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം ഒരു ശരാശരി ക്യാപ്റ്റൻ മാത്രമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റനാകാൻ ഭാഗ്യം ലഭിച്ച ഒരു ശരാശരി കളിക്കാരൻ മാത്രമാണ് അവർ. ഷമ മുഹമ്മദിന്റെ പരാമർശത്തെ BJP പെട്ടെന്ന് അപലപിക്കുകയും ചെയ്തു. കോൺഗ്രസ് നടത്തുന്നത് ബോഡി ഷേമിംഗ് ആണ്, ലോകകപ്പ് ജേതാവിനെ അനാദരിച്ചുവെന്നും ആരോപിച്ചു. കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് BJPയിൽ ചേർന്ന BJP നേതാവ് രാധിക ഖേരെ തന്റെ മുൻ പാർട്ടി പതിറ്റാണ്ടുകളായി അത്ലറ്റുകളെ അപമാനിച്ചുവെന്നും ആരോപിച്ചിരുന്നു. എന്താണെങ്കിലും അപമാനിച്ചവരെ കൊണ്ട് തന്നെ തിരിച്ച് കൈയടിപ്പിച്ച വ്യക്തിയാണ് രോഹിത് ശർമ്മ. ഇന്ത്യൻ ടീം ചാമ്പ്യൻസ് ലീഗിൽ കപ്പടിച്ചപ്പോൾ ഷമ വരെ അനുമോദനമായി എത്തി. അത് തന്നെയാണ് ഇന്ത്യയുടെ വിജയം.